ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മണിമാല തിരികെ അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാൻ പോയപ്പോ ഒരു സംഭവം ഉണ്ടായമ്മേ. ഇപ്പൊ മണിമാല സേഫായിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അച്ഛനെയും കണ്ട് ഈ സന്തോഷ വാർത്ത പറയണം. അവര് പോയി. എന്താ താൻ പേടിച്ചു പോയോ? പേടിയല്ല, അത്ഭുത. ഇങ്ങനെയൊക്കെ ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇത് പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്റെ ഇപ്പോഴത്തെ ഫീൽ എന്താണെന്ന് ഇപ്പോ വാക്കുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ലടോ. മഴ കൊണ്ടിട്ടാവും. ഇങ്ങ് വന്നേ. ഇത് നമ്മൾ അകത്ത് വെച്ചല്ലേ, പിന്നെ ഇങ്ങനെ ബാഗിൽ വന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത. എന്റെ ദേവി, ഇതെന്ത് പരീക്ഷണോ? പരീക്ഷണമൊന്നും ആയിരിക്കില്ലടോ. ഈ മണിമാല തന്റെ കയ്യിലിരിക്കുന്നതാവും ദേവിക്കിഷ്ടം. ദേവി, താനിങ്ങനെ നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക്. ഇല്ല, താൻ ചെന്ന അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയേ. അതൊക്കെ പറയാം, താനും ഇറങ്ങ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടമ്മേ, അതൊക്കെ പറയാം.
ആദ്യം അമ്മ ഞങ്ങക്ക് രണ്ടുപേർക്ക് നല്ലൊരു ചായ ഇട്ട് തന്നെ. താനകത്തേക്ക് വാടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അമ്മ ചായ എടുത്തിട്ട് വരട്ടെ. പാവം, അച്ഛന്റെ കാര്യം ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. അത് നന്നായി. വെറുതെ ആന്റിയെ കൂടി എന്തിനെ വിഷമിപ്പിക്കുന്നത്? എന്തായാലും പോയ കാര്യം നടന്നല്ലോ. അച്ഛനെ രക്ഷിക്കാനുള്ള തെളിവായിട്ട് ആ ഫോസ്ഫറസും കിട്ടിയല്ലോ. എല്ലാത്തിനും കാരണം താനാ. എങ്ങനെയാടോ ഞാൻ ഇതിനൊക്കെ തന്നോട് നന്ദി പറയേണ്ടത്? അതാ അറിയാത്ത. അറിയില്ലെങ്കിൽ താൻ പറയണ്ട. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ വണ്ടർ അടിച്ചിരിക്കും ഞാനും. താൻ പറയാറില്ലേ ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടെന്ന്? ആ ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാവും ഇതൊക്കെ. ഇനിയും അദ്ദേഹത്തിന് മറ്റു പല പദ്ധതികളും കാണും. അതുകൊണ്ടേ നമുക്കിടയിൽ നന്ദിയുടെയും കടപ്പാടിന്റെയും ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? എല്ലാം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം ശരിയാക്കും. തന്റെ ആ പഴയ ഓട്ടോഗ്രാഫില്ലേ, മറ്റേ 10ാം ക്ലാസ്സിലെ, ഇപ്പോഴത്തെ സംഭാഷണമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഡയലോഗ് ഒന്നുമില്ലേ? ഉണ്ട്. ഞാനതെങ്ങനെ പറയുന്ന ആലോചിച്ചിരിക്കുമായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മൾ രണ്ടും കണ്ടുമുട്ടിയത് ഒരു നിമിത്തമാണ്. ആ നിമിത്തത്തിന്റെ ആഴങ്ങളിൽ നിന്റെ ഈ നന്ദി എന്ന രണ്ടക്ഷരത്തിന് എന്തു പ്രസക്തിയാണുള്ളത്? അമ്മയ്ക്ക് സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ രാത്രിയില് മണിമാല തിരികെ അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാൻ പോയപ്പോ ഒരു സംഭവം ഉണ്ടായമ്മേ. ഇപ്പൊ മണിമാല സേഫായിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അച്ഛനെയും കണ്ട് ഈ സന്തോഷ വാർത്ത പറയണം. അമ്മ നോക്കണ്ട, ഞാൻ കഥയൊക്കെ അയാളോട് പറഞ്ഞു. പറയേണ്ടി വന്നു. ആന്റി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ആരോടൊന്നും പറയില്ല. അത് മാത്രല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുകയും ചെയ്യും ഞാൻ. ആ